ഇതാണ് ബോട്ടിൻ്റെ ഒരു യുണീക്ക് ഗാഡ്ജറ്റ് ബോട്ട് സ്മാർട്ട് റിംഗ് ജെൻ 1. അതായത് ബോട്ട് കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ ഫസ്റ്റ് ജനറേഷൻ സ്മാർട്ട് റിംഗ് ആണ്. ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, കാരണം ഇന്നലെയാണ് എനിക്ക് ഈ റിംഗ് കിട്ടിയത്. ഓക്കെ, പക്ഷേ ഈ റിംഗിൽ ചില കൂൾ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് സ്മാർട്ട് റിംഗിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്മാർട്ട് റിംഗ് ആണ്, ഡോക്യുമെന്റ്സ് ആൻഡ് ഈ കാണുന്ന ഐറ്റം ആണ് ഈ സ്മാർട്ട് റിംഗിന്റെ ചാർജിങ് ഡോക്ക്. നല്ല പ്രീമിയം ബിൽഡ് ആൻഡ് ഫിനിഷ് ആണ് ഈ സ്മാർട്ട് റിംഗിന് കൊടുത്തിരിക്കുന്നത്. ഉള്ളിലുള്ള ലെയർ മെറ്റൽ ആണ്, അതിന്റെ പുറത്ത് സെറാമിക്കിന്റെ ഒരു ലെയർ കൊടുത്തിട്ടുണ്ട്. സോ ഈ റിംഗ് അത്യാവശ്യം ഷൈനി ആൻഡ് ഗ്ലോസി ആണ്. പിന്നെ നോർമലി വരുന്ന റിംഗിനെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടി വലിയ റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം നോർമലി വരുന്ന റിംഗ്സിൽ ഈ സെൻസറും ചാർജിങ് പോർട്ടൊന്നും വരാറില്ലല്ലോ. ഇവിടെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്, ചിപ്പും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്കും പിന്നെ സൈസ് ഉള്ളതായിട്ടും തോന്നും. റിംഗിന്റെ ഉള്ളിൽ നോക്കിയാൽ ഇവിടെ ബോട്ടിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സെൻസേഴ്സും പിന്നെ ചാർജിങ് പോർട്ട്. പിന്നെ ഈ റെഡ് ആക്സെന്റ് കണ്ടോ, ഈ പോർഷൻ ആക്ച്വലി ടച്ച് സെൻസിറ്റീവ് ആണ്. അതായത് ഈ പോർഷന്റെ മേളിൽ നമുക്ക് ഇങ്ങനെ സ്വൈപ്പും ടാപ്പ് ഒക്കെ ചെയ്തിട്ട് പല ഫംഗ്ഷൻസും കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ സ്മാർട്ട് റിംഗ് 3 സൈസിലാണ് വരുന്നത്, 7, 9, 11. ഞാനൊരു സൈസ് ചാർട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് സെലക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഈ സ്മാർട്ട് റിംഗ് 5 ATM വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗുമായാണ് വരുന്നത്. സോ ഇത് ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുളിക്കാം. ഈവൻ സ്വിമ്മിങ്ങിന് വേണ്ടി ഇറങ്ങുമ്പോഴും ഇത് ഊരേണ്ട ആവശ്യമില്ല, ഫുൾ ടൈം ഇട്ട് നടക്കാം. പിന്നെ ഈ സ്മാർട്ട് റിംഗിന് വേണ്ടി മാത്രമായിട്ട് ബോട്ട് ഒരു പ്രത്യേകം ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്, ബോട്ട് റിംഗ് ആപ്ലിക്കേഷൻ. നമ്മൾ ഈ റിംഗ് വഴി ട്രാക്ക് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ഫീച്ചർ ആണ് ആക്ടിവിറ്റി ട്രാക്കിംഗ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു നോർമൽ സ്മാർട്ട് വാച്ചിൽ ട്രാക്ക് ചെയ്യുന്ന ആക്ടിവിറ്റി ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഈ ഒരു റിംഗ് വെച്ചും ട്രാക്ക് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ആക്യുറേറ്റ് മെഷർമെന്റ്സ് കിട്ടാൻ വേണ്ടി ബോട്ട് ഈ ഒരു റിംഗിന്റെ ഉള്ളിൽ 6 ആക്സിസ് മോഷൻ സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റിയുടെ സമ്മറി ഈ ആപ്ലിക്കേഷനിൽ ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഫീച്ചർ ആണ് ഹെൽത്ത് മോണിറ്ററിംഗ്. എന്ന് വെച്ചാൽ നമ്മൾ നോർമലി സ്മാർട്ട് വാച്ച് വെച്ച് മെഷർ ചെയ്യുന്ന എല്ലാ ഹെൽത്ത് മോണിറ്ററിംഗ് മെഷർമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഈ റിംഗ് വെച്ച് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, SpO2 അല്ലെങ്കിൽ ബ്ലഡ് ഓക്സിജൻ ലെവൽ, ബോഡി റിക്കവറിംഗ് ട്രാക്കിംഗ് എന്നൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ വൈറ്റൽ സ്റ്റേറ്റസ് ഒക്കെ ഉണ്ടല്ലോ, അതും സ്ലീപ്പ് അനാലിസിസ്, നമ്മൾ ബേൺ ചെയ്ത കാലറി, കവർ ചെയ്ത സ്റ്റെപ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് സജഷൻസ് തരും. പിന്നെ റിയൽ ടൈം ബേസിസിൽ ബോഡി ടെമ്പറേച്ചർ മോണിറ്ററിംഗ് നടക്കുന്നുണ്ട്, സ്ലീപ്പ് മോണിറ്ററിംഗ് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് ടാബ് ഈ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ സ്ലീപ്പ് അനാലിസിസ് കാണാൻ പറ്റും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും, ഈ ഒരു റിംഗിന്റെ മേളിൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ ബട്ടൺസ് ഒന്നും വരുന്നില്ല. ഈ റിംഗ് ഓട്ടോമാറ്റിക്കലി റിയൽ ടൈം ബേസിസിൽ ഞാൻ പറഞ്ഞ ഈ മെട്രിക്സ് ഒക്കെ മെഷർ ചെയ്യുന്നുണ്ടെങ്കിലും, പക്ഷെ നമുക്ക് സ്പോട്ടിൽ എന്തെങ്കിലും മെഷർ ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ വേണം. ആപ്ലിക്കേഷൻ കയറിയിട്ട് ഇവിടെ മെഷർ പ്രസ് ചെയ്താൽ എല്ലാം മെഷർ ചെയ്യാം. നെക്സ്റ്റ് ആണ് ഈ ഒരു സ്മാർട്ട് റിംഗ് സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് ടച്ച് കൺട്രോൾസ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു റെഡ് ഏരിയ, അതായത് ഈ റെഡ് ആക്സെന്റ് ഉള്ള ഏരിയ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ചില കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന്റെ ആപ്ലിക്കേഷനിൽ കാണിച്ചിരിക്കുന്ന ഈ 5 ഫംഗ്ഷൻസ് ആണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ആണ് ഷോർട്സ് ആൻഡ് റീൽസ് വീഡിയോസ്. എന്ന് വെച്ചാൽ ഷോർട്സ് ആൻഡ് റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ മേളിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലുള്ള റീൽസും ഷോർട്സ് ഇങ്ങനെ സ്വൈപ്പ് ആയിക്കൊണ്ടിരിക്കും. അതിനോടൊപ്പം തന്നെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ലൈക്കും കൊടുക്കാം. നെക്സ്റ്റ് ആണ് മ്യൂസിക് കൺട്രോൾ, അതായത് പ്ലേ, പോസ്, നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്ക് ഒക്കെ പോകുന്നുണ്ട്. തേർഡ് ആണ് റിമോട്ട് ക്യാമറ കൺട്രോൾ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാം, ഈവൻ വീഡിയോ റെക്കോർഡിംഗും സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് കൺട്രോൾ ആണ് റീഡിംഗ്, അതായത് നമ്മൾ വലിയ ആർട്ടിക്കിളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വൈപ്പ് ചെയ്ത് മേളിലേക്ക് ആ പേജ് നീക്കിക്കൊണ്ടിരിക്കാം. ഫിഫ്ത്ത് കൺട്രോൾ ആണ് സ്ലൈഡ്സ്, അതായത് പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഉണ്ടല്ലോ, ആ സ്ലൈഡ്സ് ഇങ്ങനെ മൂവ് ചെയ്യാം. നൈസാണ്. നമ്മൾ ഈ ഒരു റിംഗ് നമ്മുടെ റിംഗ് ഫിംഗറിൽ ധരിച്ചാൽ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ ഇതിന്റെ ടച്ച് കൺട്രോൾ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും ഈ റിംഗ് നിങ്ങളുടെ ചൂണ്ടുവിരൽ, റൈറ്റ് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് അവിടെ വെച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷനിൽ 3 സ്പോർട്സ് മോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആണ് റണ്ണിങ്, വാക്കിംഗ് ആൻഡ് റൈഡിംഗ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ റിസൾട്ട്. സോ കാലറീസ് ബേൺഡ്, ഡ്യൂറേഷൻ, സ്റ്റെപ്സ്, പിന്നെ കുറേ കാര്യങ്ങൾ മെഷർ ചെയ്യുന്നുണ്ട്. ഈ റിംഗ് ചാർജ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന ഈ ഒരു ചാർജിങ് ഡോക്ക് ഉണ്ടല്ലോ, അതിന്റെ മേളിൽ ഇങ്ങനെ നൈസായിട്ട് പ്ലേസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ചാർജിങ് സ്റ്റാർട്ട് ആയിക്കോളും. ആപ്ലിക്കേഷനിലും ചാർജിങ് എന്ന് എഴുതി കാണിക്കും. പിന്നെ ഇതിന്റെ ബാറ്ററി പെർസെന്റേജ് അറിയാൻ വേണ്ടി ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയാൽ മതി. ബോട്ട് പറയുന്നതനുസരിച്ച് ഇതിൽ 7 ദിവസത്തെ മാക്സിമം ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാറ്ററി ബാക്കപ്പ് ഒക്കെ അത്യാവശ്യമൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, വലിയ പ്രോബ്ലം ഒന്നുമില്ല. സോ ഈ ബോട്ട് സ്മാർട്ട് റിംഗ് ജനറേഷൻ 1ന്റെ എക്സാക്ട് ലോഞ്ച് ഡേറ്റും എക്സാക്ട് പ്രൈസും ഇതുവരെ ബോട്ട് ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, സോ അറിയില്ല എന്നാണ് വരാൻ പോകുന്നത്, എത്രയാണ് പ്രൈസ് ഒന്നും അറിയില്ല. സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ താഴെ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ട് തരാം. എന്തായാലും ലോഞ്ച് ഉടൻ തന്നെ ഉണ്ടാവുമെന്നാണ് ബോട്ട് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ എക്സാക്ട് ഡേറ്റ് എനിക്ക് അറിയില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, ചെക്കൗട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ റിങ്ങിനെ കുറിച്ചുള്ള, അതായത് ഒരു സ്മാർട്ട് റിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഐഡിയ എന്താണ്, നിങ്ങളുടെ തോട്ട്സ് എന്താണ്, എനിക്കറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ്, സൈനിങ് ഓഫ്. ഗുഡ് ബൈ.